കിച്ചൺ മാജിക്കിൻ്റെ മറ്റൊരു റൗണ്ടിലേക്ക് സ്വാഗതം. ഇത് മറ്റൊരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫൈനൽ റൗണ്ടാണ്. അപ്പോൾ പല പല റൗണ്ട്സിലൂടെ നമ്മൾ സഞ്ചരിച്ചു. സെമി ഫൈനൽ റൗണ്ട്സും നിങ്ങൾ കണ്ടു. നമ്മളുടെ മത്സരാർത്ഥികളുടെ എല്ലാവരുടെയും പാചക വൈദഗ്ധ്യം നിങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫൈനൽസ്. ഏതൊരു മത്സരത്തിനും ഫൈനൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റേതായൊരു പ്രാധാന്യമുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ഒരു ദിവസത്തിലേക്കാണ്. ഫൈനൽസിൽ എങ്ങനെയായിരിക്കും മത്സരാർത്ഥികൾ പെർഫോം ചെയ്യുന്നത്? ഇതൊരു സസ്പെൻസ് ആണോ, അതല്ല ഇതെങ്ങനെയാണ് ഇത് നടക്കാൻ പോകുന്നത്? ഇതിൽ ആരായിരിക്കും 1, 2, 3 സമ്മാനങ്ങൾ വാങ്ങുന്നത്, ടോപ്പേഴ്സായി എത്തുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണ്ടേ? നിങ്ങളുടെ എല്ലാ ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ട് നമ്മളുടെ എപ്പിസോഡ് തുടങ്ങുകയാണ്. അപ്പോൾ നന്നായിട്ട് സസൂക്ഷ്മം കാണുക, ആസ്വദിക്കുക. എല്ലാം തയ്യാറെടുപ്പായോ? ഏകദേശം. ചോക്ലേറ്റ് എക്ലേഴ്സും ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? ചോക്ലേറ്റ് എക്ലേഴ്സ്. ഓക്കെ. സെക്കൻഡ് ഗുലാബ് ജാമുൻ. എല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കിയല്ലോ? നോക്കി. എല്ലാം എന്താ പറയുക, എല്ലാം ആ സമയം പോലെ ദൈവത്തിൻ്റെ കൈകളിലാണ്. അതെ അതെ. എന്തായാലും ഗുലാബ് ജാമുൻ കഴിച്ചിട്ടുള്ള സാധനമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ചോക്ലേറ്റ് എക്ലേഴ്സ് കഴിച്ചിട്ടില്ല? എങ്ങനെ ഇരിക്കുന്ന ഏകദേശം ഒരു ധാരണയുണ്ടോ? ഇല്ല. പേസ്ട്രിയാണ് ഇത്. അതുപോലെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കണം. ക്രീം ഫില്ലിംഗ് ഓർ വിപ്പിംഗ് ക്രീം എന്നാണ്. ക്രീം ഫില്ലിംഗ് ആണ്, വിപ്പിംഗ് ക്രീം വേണമെന്നില്ല. അതിന് പകരം ക്രീം ഫില്ലിംഗ്. ആ ക്രീം ഫില്ലിങ്ങിനുള്ളതാണ്. ബട്ടർ ക്രീമിനുള്ള ഇതാണ് മെത്തേഡാണ്. പിന്നെന്താ ഇതുണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, സൂക്ഷിച്ച് ചെയ്യാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളിതേ ഫൈനൽ റൗണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് എക്ലേഴ്സ് ആണ്. സെക്കൻഡാണ് ഗുലാബ് ജാമുൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മൈദ മാവ് 3/4 കപ്പ് മൈദ മാവാണ്. അപ്പോൾ നമുക്ക് എടുക്കാം. ഇത് 1/2 കപ്പാണ്. 1/2, 1/4, 3/4. മുക്കാൽ കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിയും പിന്നെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇടഞ്ഞ് വെക്കണം. ഉപ്പും 1/4 ടീസ്പൂണാണ്. നന്നായിട്ട് ഇടഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ മാവ് ഇവിടെ ഇടഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സോസ് പാനിൽ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 3/4 കപ്പ് വെള്ളവും 6 ടേബിൾ സ്പൂൺ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 ടേബിൾ സ്പൂൺ ബട്ടറും കൂട്ടിയിട്ട് മെൽറ്റ് ചെയ്യണം. 2, 3, 4, 5, 6 ടേബിൾ സ്പൂൺ ബട്ടർ. മുക്കാൽ കപ്പ് വെള്ളവും 6 ടേബിൾ സ്പൂൺ ബട്ടറുമാണ്. ഇതൊന്ന് തിള വന്ന് കഴിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഇടഞ്ഞു വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഒഴിച്ച് പെട്ടെന്ന് മിക്സ് ചെയ്യണം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇടഞ്ഞു വെച്ചിരിക്കുന്ന മാവ് ഈ ബട്ടർ മിക്സിലേക്ക് ചേർക്കണം.
അപ്പോൾ നമ്മളിത് ഈ ബട്ടർ മിക്സിലേക്ക് ഈ ഇടഞ്ഞു വെച്ചിരുന്ന മൈദ ഇട്ടു നന്നായി ഇളക്കി. ഇനി കട്ടയില്ലാണ്ട് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് ചെറുതീയിൽ കുറച്ച് നേരം കൂടി ഒന്ന് 5 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. ചെറുതീയിലിടണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മിക്സ് ഒരു 5 മിനിറ്റ് കൂടി ചെറുതീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി. ഇനി ഈ മിക്സിലേക്ക് നന്നായി പതപ്പിച്ച് വെച്ച മുട്ട ഒഴിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം അതിനായിട്ട് ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മുട്ട ഇതിലേക്ക് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം രണ്ടാമത്തെ മുട്ട ചേർത്ത് യോജിപ്പിക്കുക. രണ്ടാമത്തെ മുട്ട നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ മുട്ടയും നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ എഴുതിയിട്ടുള്ളത് രണ്ടാമത്തെ മുട്ടയും യോജിപ്പിക്കാനാണ്. അപ്പോൾ രണ്ടാമത്തെ മുട്ട യോജിപ്പിക്കും. രണ്ടാമത്തെ മുട്ട ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. ഇനി മൂന്നാമത്തെ മുട്ടയും നമുക്ക് ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് നമ്മൾ ബീറ്റ് ചെയ്തു. അതും കൂടി ഇതിലേക്ക് യോജിപ്പിക്കാം. ഇങ്ങനെ ഞാൻ തോന്നുന്നു ഇതിൻ്റെ മാവ് ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കുന്ന കാണുമൊന്നും ചെയ്യാത്ത കാരണം എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇനി ഈ മാവ് ഒരു ടേബിൾ സ്പൂൺ വീതം ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യാനാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പം നമുക്കതുപോലെ തന്നെ ചെയ്യാം. ഇനി നമ്മൾ ഈ മാവ് ഒരു ടേബിൾ സ്പൂൺ വീതം ഇങ്ങനെ ഈ ഡോ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇതിലേക്ക് വെച്ചിട്ട് ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ പോവാണ്. ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചു. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൽ ഈ ഡോ നിറച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇടണം.
അപ്പോൾ ഇത് നമ്മുടെ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ വെക്കുകയാണ്. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 160 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 30 മിനിറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കുക്കിംഗ് ചോക്ലേറ്റ്, ചെറു ചൂടുവെള്ളം, ബട്ടർ, ഐസിങ് ഷുഗർ, പിന്നെ വാനില എസൻസ് ആണ്. അപ്പം ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യാൻ പോവാണ് നമ്മൾ. ആദ്യം തന്നെ ഈ ചോക്ലേറ്റ് ചെറിയ പീസാക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് സോസ് തയ്യാറാക്കുകയാണ്. 100 ഗ്രാം ചോക്ലേറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യണം. നന്നായിട്ട് മെൽറ്റ് ആവുന്ന വരെ ചെയ്തുകൊണ്ടിരിക്കണം. ചോക്ലേറ്റ് ഇവിടെ ഓൾമോസ്റ്റ് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സോസിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഇതിന് വേണ്ട ക്രീം ഫില്ലിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ, നമ്മുടെ എക്ലയർസിലേക്ക് വേണ്ട സോസും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്രീം ഫില്ലിങ്ങും തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ എക്ലയർസ് ഇവിടെ ബേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. അടുത്തത് നമുക്ക് ഗുലാബ് ജാമുനാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് 3 കപ്പ് വെള്ളം ഒരു കുഴിഞ്ഞ പാത്രത്തിൽ തിളപ്പിക്കുക. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അത് തിളപ്പിക്കാം. ഒരു കുഴിഞ്ഞ പാത്രത്തിൽ തിളപ്പിക്കുക. നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ വെള്ളം ഇവിടെ 3 കപ്പ് വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 500 ഗ്രാം പഞ്ചസാര ഇട്ട് അലിയിക്കണം. നമ്മളിത് സിറപ്പ് തയ്യാറാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് ഇത് മെൽറ്റാകുന്ന നേരം കൊണ്ട് നമുക്കിതിൻ്റെ മാവ് ശരിയാക്കാം. മൈദയിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാൻ എഴുതിയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, 1 2 3 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ. 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് മിൽക്ക് പൗഡറും കോൺഫ്ലവറും സോഡാപ്പൊടിയും ചേർക്കണം. ഇനി മിൽക്ക് പൗഡർ ചേർക്കണം, 1 കപ്പ്. ഇവിടെ ഷുഗർ സിറപ്പ് മെൽറ്റായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഏലക്കാപ്പൊടിയും നാരങ്ങ നീരും ചേർക്കണം.
ഈ സിറപ്പിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ടു. ഇനി 1/4 നാരങ്ങയുടെ നീരാണ് എഴുതിയിട്ടുള്ളത്. റോസ് വാട്ടർ 1/2 ടീസ്പൂൺ. കിടന്ന് കുറുകണം. ചെറുതീയിൽ വീണ്ടും തിളപ്പിക്കണം. ഇനി അപ്പോഴേക്കും ഡൗ തയ്യാറാക്കാം. ഇതിൽ മൈദയും ബേക്കിംഗ് പൗഡറും മിൽക്ക് പൗഡറും 1 കപ്പും കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി സോഡാപ്പൊടി 1/4 ടീസ്പൂൺ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിൽ മൈദ, ബേക്കിംഗ് പൗഡർ, മിൽക്ക് പൗഡർ, കോൺഫ്ലവർ, സോഡാപ്പൊടി ഒക്കെയാണ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് 3 to 4 ടേബിൾ സ്പൂൺ വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരു പാകമാകുമ്പം അത് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. 2, 3 നമുക്കൊന്ന് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂണും കൂടി വേണ്ടി വരും. മിക്സ് ചെയ്യുക. ഈ എല്ലാ മാവും സോഡാപ്പൊടി പിന്നെ മിൽക്ക് പൗഡർ, മൈദ ഒക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സാണിത്. ഗുലാബ് ജാമുൻ്റെ ബോൾസിൻ്റെ മിക്സാണിത്. ഏകദേശം ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് ഒട്ടുന്ന പാകമാകുമ്പോൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഒട്ടുന്ന പാകമാകുമ്പോൾ ഈ മാവിൽ അല്പം എണ്ണയോ നെയ്യോ ചേർത്ത് വീണ്ടും കുഴയ്ക്കണം. അപ്പോൾ നമുക്ക് ബട്ടർ തന്നെ ചേർക്കാം. നമ്മൾ കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടി ഞാൻ കയ്യിൽ ബട്ടർ അങ്ങനെ തൂവിയിട്ടുണ്ട്. കൈ ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ്. നന്നായിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കാം. നമ്മുടെ സിറപ്പ് ഇവിടെ കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സിറപ്പ് കുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് കുറുകട്ടെ. നമ്മുടെ അതേ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുക. ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതീയിലാക്കിയിട്ട് ഈ ബോൾസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇടാൻ പോവാണ്. ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ വറുത്തെടുത്തിട്ട് നേരെ ഈ ഷുഗർ സിറപ്പിലേക്ക് തന്നെ ഇടണം. അപ്പോൾ ഇത് നമ്മുടെ എക്ലേഴ്സ് ഞാൻ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമ്മുടെ ക്രീം ഫില്ലിങ്സ് വെക്കണം. അതിൻ്റെ മുകളിൽ നമ്മുടെ ചോക്ലേറ്റ് സോസും വെക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം.
ഇനി നമുക്ക് ഈ ക്രീം ഫില്ലിംഗ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. നന്നായിട്ട് രണ്ട് സൈഡിലും നമ്മുടെ ക്രീം ഫില്ലിങ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഗാർണിഷ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും കിച്ചൺ മാജിക്കിൻ്റെ യാത്ര അതോടുകൂടി പൂർത്തിയാവാൻ പോവാണ്. എന്തായാലും വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്കിവിടെ വന്നിട്ട്. ഞങ്ങൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ കുക്കിങ്ങിനെ കുറിച്ച് മുമ്പ് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ പോലും ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു തുടങ്ങി. പിന്നെ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി നോക്കിയ ഒരുപാട് ഐറ്റംസ്, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുക്കറി ക്ലാസ്സിന് പോയാൽ പോലും കിട്ടാത്ത അത്രയും പാഠങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതും ആദ്യമായിട്ടാണ് നമ്മുടെ എക്ലെയേഴ്സ്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വരെ എനിക്കറിയില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം ലക്ഷ്മി ചേച്ചിക്ക് പ്രസൻറ്റ് ചെയ്തിട്ട് വേണം എന്താണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗുലാബ് ജാമുനും ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് നേരെ ഈ സിറപ്പിലേക്ക് ഇട്ടിട്ട് ഒരു 3 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് ഒരു തള വരുന്നത് വരെ ഒന്ന് തിളപ്പിക്കണം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ ബോൾസൊക്കെ സിറപ്പിൽ കുതിർന്ന് നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഗുലാബ് ജാമുൻ്റെ പണി ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നമ്മുടെ ഈ എക്ലെയേഴ്സും കൂടി പെട്ടെന്ന് അങ്ങ് ഫിനിഷ് ചെയ്യാം. നമ്മുടെ ക്രീം ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ എക്ലെയേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് സോസ് നമുക്ക് ഒഴിക്കാം. സോസ് കുറച്ച് കട്ടിയായിപ്പോയി. നമുക്കത് ഒന്നുകൂടി ഡബിൾ ബോയിൽ ചെയ്താൽ തന്നെ മെൽറ്റായിട്ട് ലൂസ്. കുറച്ചും കൂടി ലൂസാക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫുൾ കവർ ചെയ്യാൻ പാടില്ല. കുറച്ച് കവർ ചെയ്യാനേ പാടുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് സോസ് ഒഴിക്കാം.
ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. റെഡി റെഡി. പ്രോഫിറ്റ് റോൾസ്, കുറ്റി പ്രോഫിറ്റ് റോൾസ് ആണ്. അതെ, കുഞ്ഞു കുഞ്ഞു എക്ലെയറാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. ചോക്ലേറ്റ് എക്ലെയർ ആൻഡ് ഗുലാബ് ജാമുൻ. ഗുലാബ് ജാമൊക്കെ അതും ചെറുതാണ്. ചെറുതാണ്. ഡിമ്പിളെല്ലാം ചെറുതായിട്ടാണ്. എത്ര ഗുലാബ് ജാം കിട്ടി? കുറച്ച് കൂടുതൽ കിട്ടി കാണും അല്ലേ എണ്ണത്തിൽ? ഞാനിത് വീർക്കോ വലുതാക്കിയാൽ കുറേ കൂടി വീർക്കുമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടാസ്ക് ഇവിടെ അവസാനിച്ചു. ഗുലാബ് ജാമുനും ചോക്ലേറ്റ് എക്ലേഴ്സും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജഡ്ജസിന് പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഫൈനൽസിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഫൈനൽസിൽ നമ്മളുടെ 5 മത്സരാർത്ഥികളും എന്താ പറയേണ്ടത്, ഒന്നിനൊന്ന് മെച്ചമാകാനുള്ളൊരു ശ്രമം നടന്നു. ആൻഡ് ശരിക്കും എന്താ പറയുക കൃഷ്ണ, അവർ അല്ലേ ഫൈനൽ ഔട്ട്പുട്ട് ശരിക്കും വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ നടന്നു. അവർ വളരെയധികം കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ടെൻഷനിലായിരുന്നു എല്ലാവരും. പക്ഷേ എത്രത്തോളം അത് നന്നായി സക്സസ്ഫുൾ ആയി എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെയാണോ എല്ലാവരും നമ്മളിപ്പോൾ സെമി ഫൈനലിന് കഴിഞ്ഞിട്ട് അല്ലെ കറക്റ്റായിട്ട് ഫൈനലിസ്റ്റുകളാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ ഇനി ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ അല്ലേ ഇന്നത്തെ പെർഫോമൻസിൻ്റെ ഫൈനലിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ കറക്റ്റ് ആപ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പ്, ഇന്ത്യൻ സ്വീറ്റും കൊടുത്തു, ഒരു പേസ്ട്രി ഐറ്റവും കൊടുത്തിരുന്നു. അപ്പോൾ ഇന്നത്തെ അവരുടെ എന്താ പറയുക അവരുടെ പെർഫോമൻസ്, ഇന്നത്തെ മത്സരത്തിൽ അവരെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ടായിരിക്കും ഇവർക്ക് മാർക്സ്. ഓക്കെ, നിഷ വരും. നിഷയുടെ 2 വിഭവങ്ങളും കാഴ്ചയിൽ വളരെ പെർഫെക്റ്റ് ആണ്. ഗുലാബ് ജാമുൻ ആൻഡ് പ്രോഫിറ്റ് റോൾസ് നൈസ്. കാഴ്ചയിൽ എന്ത് ലുക്സ് ഗുഡ്. പറയുക ഗുലാബ് ജാമുനൊക്കെ ഷേപ്പ് നന്നായിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ടെക്സ്ചർ നന്നായിട്ടുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതിപ്പോൾ ഈ ചോക്ലേറ്റ് എക്ലേഴ്സ് ആണെങ്കിൽ പ്രോഫിറ്റ് റോൾസ് എന്ന് പറയുന്ന ഈ സംഗതി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു പേസ്ട്രി ഷോപ്പിൽ കാണുന്ന ആ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ടേസ്റ്റും അതിൻ്റെ ടെക്സ്ചർ, അകത്തേക്കുള്ള കാര്യങ്ങൾ. ഓക്കെ, ആ സോഫ്റ്റ്നെസ് ഒക്കെ നമ്മുടെ ഗുലാബ് ജാമുനുണ്ടോ? ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 90% ഓക്കെ ആണെന്ന് പറയാം. 100% ഇല്ല, 90% വരെ ഇറ്റ്സ് ഓക്കെ. നമ്മൾ ആ സ്പൂൺ ഇടുമ്പോൾ കറക്റ്റായിട്ടത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. ഇനി നമ്മളുടെ പെർഫെക്റ്റ്
നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ക്രീമൊക്കെ അകത്ത് കുറച്ചുകൂടെ ആകാമായിരുന്നു, അകത്തെ ഫില്ലിങ്. ബട്ട് സിംബോളിക്കലി എല്ലാം ഓക്കെയാണ്. മുകളിലത്തെ ആ ചോക്ലേറ്റിൻ്റെ ഒരു സോസ് ഒഴിച്ചത് ഓവർ സ്വീറ്റും അല്ല. അല്ല, ഗുഡ്. ഓക്കെ, സന്തോഷമായില്ലേ? ടെൻഷനൊക്കെ മാറി. ഓ, രക്ഷപ്പെട്ടു അല്ലേ? നമുക്ക് ചാരുതയെ വിളിക്കാം. ചാരുത വരും. ചാരുവിൻ്റെ ഇന്നത്തെ 2 കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. വൺ ഇസ് ഗുലാബ് ജാമുൻ, ചോക്ലേറ്റ് എക്ലേഴ്സ്, ഓർ ഈവൻ 2 പേരാണത്, ക്രഫ്റ്റ് റോൾസ് എന്നും പറയും. ഓക്കെ, അതിൽ ആർ യു സാറ്റിസ്ഫൈഡ്? ഹാപ്പിയാണോ? ഗുലാബ് ജാമുൻ. ഗുലാബ് ജാമുൻ കുഴപ്പമില്ല, രണ്ടും കുഴപ്പമില്ലാണ്ട് വന്നു. ലൈക്ക് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി. ഞങ്ങൾ പറയാം. ഗുലാബ് ജാം നല്ലതാണ്. നൈസ് അല്ലേ? ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. എല്ലാം ഒരേപോലെ ഈവൻ അല്ല. ചിലത് നല്ല കറക്റ്റ് മൂത്തും, ചിലത് കുറച്ച് കൂടുതലും കൂടുതലും. എനിവേ, അതൊരു വലിയ ഡിഫക്റ്റായിട്ട് തോന്നുന്നില്ല. ഈ കാര്യത്തിൽ പ്രോഫിറ്റ് റോൾസ് എന്നുള്ളൊരു കോൺസെപ്റ്റേ അല്ല. അതായത് ഫുൾ ഓഫ് ചോക്ലേറ്റാണ് ഡിപ്പ് ചെയ്ത്. ഞാനത് കണ്ടിട്ടുമില്ല, അപ്പം എങ്ങനെയാണ് ഇത് എന്നുള്ളത്. ഇൻസ്ട്രക്ഷൻസ് എക്സാക്റ്റായിട്ട് ഫോളോ ചെയ്തില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു ആരും കണ്ടിട്ടുള്ളവരല്ല. ഇത് വളരെ ചെറുതായിപ്പോയി, ഇതൊട്ടും എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. ആൻഡ് ചോക്ലേറ്റിൽ ഇത് ഡിപ്പ് ചെയ്തെടുത്ത പോലെ ആയിട്ട് പോർ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ ചോക്ലേറ്റ് സോസ്. എളുപ്പത്തിൽ കഴിക്കാൻ ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ അതല്ല, പക്ഷെ അതിൻ്റെ ആ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കണം. ഇതിപ്പോൾ ക്രഞ്ചി പോലെയാണ്. ചോക്ലേറ്റ് അങ്ങ് പൊതിഞ്ഞിരിക്കുന്നുള്ളൂ. എക്സാക്റ്റ് അകത്തുള്ള കാര്യങ്ങൾ അറിയാനും കുറച്ച് എനിവേ ഗുഡ് ആയിട്ട്. നമുക്ക് അനിലയെ വിളിക്കാം. അനില വരും. പ്രോഫിറ്റ് റോൾസ് ആൻഡ് അനിലയുടെ വലിയ പ്രോഫിറ്റ് റോൾസ് ആയിരുന്നു. ചപ്പിപ്പോയോ ഇപ്പോൾ? കുറച്ചൊന്ന് മുമ്പെന്നിരുന്നു. ഇപ്പം തെറ്റി കുറച്ചൊന്ന് ഡൗൺ ആയി. എനിക്കറിയില്ല, അല്പം ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. സൈസ് വലിപ്പമുണ്ട്. ഞങ്ങളൊന്ന് സ്വാദം. കുറേ പ്രശ്നം ഇന്ന് കംപ്ലീറ്റ്. ഗുലാബ് ജാമുൻ ഒരു ലുക്ക് 1-2 നന്നായിട്ടുണ്ട്. പക്ഷേ ഇത് കട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ വളരെ സ്റ്റിക്കി ആയിരിക്കും. ചില കുറച്ച് ടേസ്റ്റി, കുറച്ചൊരു ടേസ്റ്റ് ആയി. ഇച്ചിരി കൂടെ ഒരു ഉറപ്പകത്ത് വേണമായിരുന്നു തോന്നുന്നു. വേഗത പോലെ എന്തൊരു കുറവുണ്ട്. എനിവേ സോഫ്റ്റാണ്, പക്ഷേ അകത്ത് കുറച്ച് ഒരു എന്താ പറയുക, ഒരു 60% കൊടുക്കല്ലേ നമുക്ക് ഗുലാബ് ജാമുൻ.
60%-നുള്ള വകുപ്പായി. ഇനി നമുക്ക് എക്ലേഴ്സിലേക്ക് പോകാം. ചോക്ലേറ്റ് ഒരെണ്ണമൊന്നും കഴിക്കാൻ ഇനി പറ്റില്ല, എത്രയായി. എനിക്ക് വേണ്ടി കഴിച്ചാണ്. ആഹാ, ചോക്ലേറ്റാണ്. ഒരുവിധമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഫ്രഷ് ആയിരുന്നു. ഇറ്റ്സ് ഗുഡ്. ഒന്ന് താന്ന് പോയെന്നേ ഉള്ളൂ. ഒന്ന് ആ വന്ന ഒരു എഫക്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ചേച്ചി ആദ്യമായിട്ട്. ഇത്രയും പോയില്ല. ചൂടാറുമ്പോൾ അതിനൊരു ഉറപ്പുണ്ടാകും. ആ ഒരു എന്താ പറയുക, താന്ന് പോകാൻ പാടില്ല. എന്നാലും ഇച്ചിരി ഒന്ന് താന്നിട്ട് എന്നാലും കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം ഇനി നമ്മൾക്ക് വിളിക്കാം അഞ്ജന അപ്പുറം. അഞ്ജന വരും. പ്രോഫിറ്റ് റോൾസ് ഇങ്ങനെ കുഞ്ഞ് അല്ലേ, ക്രിസ്പി, കഴിച്ചാൽ തന്നെ അറിയാം. ആൻഡ് യുവർ ഗുലാബ് ജാം. കൂടുതലൊന്നും പറയുന്നില്ല, ഞങ്ങളൊന്ന് സ്വാദ് നോക്കട്ടെ. ഇതിൻ്റെ സ്ഥിരമുള്ള റൗണ്ട്സ് പോലെ ഇത് ഈസി ആയിരുന്നു. ഈസി അല്ലാതായി. ഞാൻ ആദ്യം ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനാണ് വിചാരിച്ചപ്പെട്ടത്. ഇപ്പോൾ മൊത്തം കൺഫ്യൂഷൻ. അതിപ്പോൾ ഏതാദ്യം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അത് ബേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുത്തപ്പോൾ പിന്നെ ഇത് കണ്ടിട്ടില്ല. അതൊന്നും ഇതാരും കണ്ടിട്ടില്ല. ആ കല്ലിച്ചു പോയി കേട്ടോ, കട്ടിയായിട്ട് സോഫ്റ്റ് അല്ല. പഴച്ചു മിക്സിയുടെ മറ്റും ആ ഡോ മിക്സ് ചെയ്തിട്ട് അത് ഹാർഡായാലും ഇത് ഡോ നല്ല പച്ചയായിരുന്നു. അത് കുറച്ച് നന്നായി വന്നാലേ ഇത് വറുക്കുമ്പോൾ ശരിയാവും. എനിവേ നമ്മൾ പഫ് റോൾസ് അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് എക്ലറിൻ്റെ ഒരു രീതിയിലും ശരിയായി വന്നിട്ടില്ല. കുക്കി ടൈപ്പ് പോലെ, കുക്കീസിനെ പോലെ ആയിപ്പോയി. ഹാർഡ് ആൻഡ് ക്രിസ്പി. നമുക്ക് ഡിംപിളിനെ വിളിക്കാം. ഡിംപിൾ വരും. ഡിംപിൾ ഗുലാബ് ജാം ആൻഡ് ചോക്ലേറ്റ് ഗ്ലാസ്. ആദ്യമായിട്ടാണ് രണ്ടും ഉണ്ടാക്കുന്നത് അല്ലേ? ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാറുണ്ട്. മിക്സ് വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ആദ്യമായിട്ടല്ലേ? അതെ. അതിൻ്റെ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ ആയാലും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നോക്കട്ടെ.
നല്ലതാണ്. ഗുഡ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഹാർഡല്ല. കറക്റ്റ് ഈവൻ സൈസാണ്. സ്മോൾ ആയിരുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു 75 ഒക്കെ കൊടുക്കല്ലേ? ഗ്രേസ് മാർക്ക് 5, അങ്ങനെ ഒരു 80% ഓക്കെയാണ്. ഇനി ഇത് കാഴ്ചയിൽ പെർഫെക്റ്റ് അല്ല. പഫ് റോൾസിൻ്റെ ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ സൈസ് അല്ല. ഇനി ബാക്കി കാര്യം എന്തായാലും ഹാർഡായിട്ടില്ല. കുറച്ച് സോഫ്റ്റാണ്, പക്ഷേ നോട്ട് എക്സാക്ട്ലി സെയിം. പ്രോഫിറ്റ് റോൾസ് ഇങ്ങനെയല്ല, കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. കുറച്ചുകൂടെ നല്ല പഫി ആയിട്ട് വലുതായിട്ട്, എന്നാലും ഓക്കെ. കുറച്ച് പരിഗണിക്കാത്തേ ഉള്ളൂ അല്ലേ? നോക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ നിങ്ങൾ അങ്ങനെ നമ്മളുടെ ഫൈനൽ ആയിട്ടുള്ള മത്സരവും അവസാനിച്ചിരിക്കുകയാണ്. നമ്മളുടെ 5 മത്സരാർത്ഥികളും ഒരേ റെസിപ്പിയിൽ ഒരേ വിഭവങ്ങൾ തന്നെ തയ്യാറാക്കി കൊണ്ടുവന്നു. പക്ഷേ വ്യത്യസ്തമായ രുചി, വ്യത്യസ്തമായ ഷേപ്പ്, വ്യത്യസ്തമായ എന്താ പറയുക, അതിൻ്റെ ടെക്സ്ചർ എല്ലാത്തിനും വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരേ റെസിപ്പി തന്നെ പല ആൾക്കാരുണ്ടാക്കുമ്പോൾ പല രീതിയിലാകും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. എന്നാലും നമ്മൾക്കൊരു വിലയിരുത്തലുണ്ട്. ഇന്നത്തെ പെർഫോമൻസിൻ്റെ ബേസിസിലായിരിക്കും ഇതിൽ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് വിലയിരുത്തൽ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ആകാംക്ഷാഭരിതരായിട്ട് ഈ ഫൈനൽ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇല്ലേ? എന്തായാലും ഇതിൻ്റെ റിസൾട്ട് അറിയാനും നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാകും. പക്ഷേ റിസൾട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. നാളെ രാവിലെ ഗ്രാൻഡ് ഫിനാലെ ഇവൻറ്റിൽ നമ്മൾ റിസൾട്ട് അനൗൺസ് ചെയ്യും. രാവിലെ 8:30 മുതൽ നമ്മളുടെ പ്രോഗ്രാം കാണിക്കുന്നതാണ്, ഗ്രാൻഡ് ഫിനാലെ ഇവൻറ്റ്സ്. അതിൽ ആരൊക്കെയാണ് സമ്മാനം വാങ്ങിയവർ എന്നറിയല്ലേ? 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം കൗള കിച്ചൺ മാജിക് സീസൺ 2-ൻ്റെ. അപ്പോൾ കാത്തിരിക്കുക വിശേഷങ്ങൾ അറിയാൻ, ഫൈനൽസിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ആർക്കൊക്കെയാണ് സമ്മാനം കിട്ടിയെന്നുള്ള വിശേഷങ്ങൾ. മറക്കാതെ കാണുക നാളെ 8:30 മണിക്ക്. എന്തായാലും 100 എപ്പിസോഡുകൾ പിന്നിട്ട് നമ്മളുടെ കൗള കിച്ചൺ മാജിക് സീസൺ 2 അങ്ങനെ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇത്തരം ഒരു റിയാലിറ്റി ഷോയുടെ വിജയമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിലെ പ്രേക്ഷകർ തന്നെയാണ്. ഒരു പക്ഷേ പാർട്ടിസിപ്പൻസിന് ഒരുപാട് പങ്ക് വഹിക്കാനുണ്ടാകും, പിന്നെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും ഒരുപാട് പങ്ക് വഹിക്കാനുണ്ടാകും. അതിനോടൊപ്പം തന്നെ ഇത് നെഞ്ചിലേറ്റിയ പ്രേക്ഷകരായ നിങ്ങൾ തന്നെയാണ് ഇത് വിജയിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ സീസൺ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ കിച്ചൺ മാജിക് തീരുന്നില്ല. കിച്ചൺ മാജിക് സീസൺ 3 പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം വീണ്ടും ഒരു സീസണും കൂടി തന്നെ നമ്മൾ തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പുതിയ രൂപത്തിലും ഭാവത്തിലും കിച്ചൺ മാജിക് സീസൺ 3. അതിനായി കാത്തിരിക്കുക. ഗുഡ് നൈറ്റ്.